അജിംസ്, ഈ തർക്കം ഹൈക്കമാൻഡിനെ മുമ്പിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കമാൻഡുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. കേരളത്തിൽ നിന്ന് സുധാകരൻ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകയും പിന്നീട് അദ്ദേഹം ഡൽഹിയിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇതിൽ എംപിമാർക്കിടയിൽ തന്നെ ചില അതൃപ്തികൾ പുകയുന്നുണ്ട് എന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി അങ്ങനെ ആരും തന്നെ നിലവിൽ ഇത് പ്രതികരിക്കാൻ തയ്യാറായിട്ട്. നേരത്തെ കൊടിക്കുന്നിൽ സുരേഷുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന നിലവിൽ ഇത്തരം ചർച്ചകളിൽ ഒന്നും തന്നെ സജീവമാകാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത്. എന്തായാലും കെ.സി. വേണുഗോപാലും അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ പരസ്യ വിചാരണ ചെയ്യേണ്ട സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. മുഖ്യമന്ത്രി ആരാകും എന്നതിൽ ഇനി 4-ാം തീയതി വരുന്ന ഫലം കാത്തിരിക്കണം. അതിനുശേഷം ഹൈക്കമാൻഡ് ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുമെന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യത്തിൽ അതിൽ UDF-ന് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചർച്ച കേരളത്തിൽ സജീവമായിരുന്നു. അപ്പോഴൊക്കെ തന്നെയും പരസ്യമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തേണ്ടതില്ല എന്നുള്ള കർശന നിലപാട് ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കൾക്കൊക്കെ തന്നെ നൽകിയിരുന്നു. പിന്നീട് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളുടെ പേരുകൾ വീണ്ടും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരികയും സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയും കോഴിക്കോടും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലൊക്കെ തന്നെയും പ്രചാരണം എത്തിയ സമയത്തും നേതാക്കൾക്ക് നേരിട്ട് തന്നെ ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ പരസ്യ ചർച്ച വേണ്ട എന്നുള്ളത് തന്നെയാണ്. സമാനമായിട്ടുള്ള നിലപാട് ഇപ്പോഴും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ നിലവിൽ ഈ ഫലം കാത്തിരിക്കുകയാണ്. ഈ ഫലം വന്നതിന് ശേഷം ഹൈക്കമാൻഡ് ഉചിതമായിട്ടൊരു തീരുമാനം എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു പരസ്യ വിചാരണ ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് തന്നെയായിരിക്കും ഹൈക്കമാൻഡും എടുക്കുക. ഗൗരവമായി തന്നെ ഹൈക്കമാൻഡ് ഇതിനെ കൈക്കൊള്ളും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഫലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫലം കാത്തിരിക്കുകയാണ്. അത് ഈ നിലവിൽ ഇത്തരത്തിലുള്ള ഈ ചർച്ച കേരളത്തിലടക്കം പാർട്ടിക്ക് വലിയ പ്രതിച്ഛായക്ക് കോട്ടം തട്ടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലിലേക്ക് തന്നെയായിരിക്കും ഹൈക്കമാൻഡ് എത്തുക. എന്നാലും നിലവിൽ ഇത്തരം ചർച്ചകളിലേക്ക് താൻ ഇല്ല. 4-ാം തീയതിയും ഈ ഫലം വരും, അപ്പോൾ അറിയാം എന്നുള്ളതാണ് കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അനുകൂലമായിട്ടാണ് ആളുകൾ, കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള വിധിയാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വികാരവും അതോടൊപ്പം അവരുടെ പിന്തുണയും മാനിച്ചുകൊണ്ടായിരിക്കും ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് മുഖ്യമന്ത്രി ആരായിരിക്കും എന്നൊരു തീരുമാനം ഉണ്ടാവുക. എം.എൽ.എ അല്ലാത്ത ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ കേരളത്തിലെ നേതാക്കൾ വലിയ പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം നടത്തുകയും ചെയ്തിരുന്നു. എം.എൽ.എ അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട നമ്മുടെ ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചത് കാത്തിരിക്കുക, ഫലം കാത്തിരിക്കുക, അതിനുശേഷം അറിയാം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ പ്രതികരണങ്ങളൊന്നും തന്നെയും ഒരു വിധത്തിൽ അദ്ദേഹം തള്ളുകയും ചെയ്യുന്നില്ല, അതോടൊപ്പം തന്നെ അനുകൂലിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതേസമയം കെ.സി. വേണുഗോപാലിനും കെ. സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ ഇത്തരം അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിക്കുന്ന ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഹൈക്കമാൻഡ് അത് ഗൗരവമായി തന്നെ കാണുകയും അത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അജിൻ, ശരി, ഞാൻ രണ്ടുപേരിലേക്ക് വരാം. ഇപ്പോൾ ജോർജ് പൊടിപ്പാറ ടെലിഫോൺ ലൈനിലുണ്ട്, മാധ്യമപ്രവർത്തകൻ. ജോർജ് പൊടിപ്പാറ, നമ്മൾ ഈ കാണുന്നതെല്ലാം ആസൂത്രിതമായി സംഭവിക്കുന്നതാണോ, യാദൃശ്ചികമാണോ? കേവലം യാദൃശ്ചികമാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാൽ വളരെ ആസൂത്രിതമായിട്ട് അത് ചെയ്യുന്നതാണ് എന്നും നമുക്ക് പറയാനാവില്ല. കാരണം എന്താ വെച്ചാൽ ചില തുടക്കങ്ങളുണ്ടായി. ആ തുടക്കങ്ങൾക്ക് ശേഷം കെ. സുധാകരന്റെ ഭാഗത്തുനിന്ന് ഒരു തുടക്കമുണ്ടായി. അതിനുശേഷം മറ്റു ചിലരുടെ ഭാഗത്തുനിന്ന് തുടക്കമുണ്ടായി. വേറെ ചില യാത്രകളെ കുറിച്ചുള്ള വിവാദങ്ങൾ വന്നു. ഇപ്പൊ അനിൽകുമാർ മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ പോയത് ഈ ഘട്ടത്തിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നല് എല്ലാവർക്കും വരികയാണ്. അപ്പൊ ഇതാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട ഒരു സമയമെന്ന് തോന്നിയിട്ടുണ്ട് പലരും. അതായത് ആദ്യഘട്ടത്തിൽ ഇപ്പൊ കെ.സി. ജോസഫും കെ. മുരളീധരൻ അടക്കമുള്ളവരൊക്കെ ഇത് അനാവശ്യമാണ്, അത് പാടില്ല എന്നൊക്കെ പറഞ്ഞ് അതിനൊന്നും വലിയ കാര്യമായ പിന്തുണ കിട്ടിയില്ല. മറിച്ച് ഇപ്പൊ എത്ര എം.എൽ.എമാരാണ് പ്രതികരിച്ചിരിക്കുന്നത്? ഒരുപാട് എം.എൽ.എമാർ പ്രതികരിച്ചിരിക്കുന്നു, ഒരുപാട് നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നു. മറുവശത്ത് ഈ 3 നേതാക്കളും കാര്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. രമേശ് ചെന്നിത്തലയാണ് അക്കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പോലും ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു, അതിൽ ഇപ്പോഴേ പറയേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്.